സുതാര്യനായ ദുഷ്യന്ത മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ വിദൂഷകൻ. ദുഷ്യന്ത മഹാരാജാവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഏത് പാതിരാത്രി വേണമെങ്കിലും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കടന്നു ചെല്ലാം. മാത്രമല്ല ആ കൊട്ടാരത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നറിയാൻ പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. നമുക്ക് എപ്പോഴും എവിടെ നിന്ന് വേണമെങ്കിലും ആ കൊട്ടാരത്തിലുള്ള സംഭവങ്ങൾ കാണാം, ദൃശ്യവേദ്യമാകാം. ഞാൻ വിദൂഷകൻ, ദുഷ്യന്ത മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ വിദൂഷകനായി ഞാൻ അഭിമാനം കൊടുക്കും. ദുഷ്യന്ത മഹാരാജാവ് നീണാൾ വരട്ടെ. അത് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. പറയുമ്പോ തന്നെ ഒരു പതർച്ച. കണ്ണുവാസ്തവത്തിൽ നിന്ന് രണ്ട് സ്ത്രീകളും അവർക്കെന്താ ഇവിടെ വിദൂഷക? ആരാണ് വന്നിരിക്കുന്നതെന്നും എന്താണ് സന്ദർഭമെന്നും ഒന്ന് നോക്കി വിവരം പറയും. നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരാണ്? അവരകത്ത് വരാൻ സമ്മതിക്കണോ അതോ പറഞ്ഞു വിടണം? മിസ്റ്റർ എസ്.പി. സാർക്കവരൻ. എസ്.ടി. സ്വാരകവരൻ. രണ്ട് മുനിമാരും പിന്നെ രണ്ട് സ്ത്രീകളും കൂടെ ഉണ്ട്. ഞാൻ പറയാമോ? പറയുന്നതായിരിക്കും നല്ലത്. ശരി, ഒരു കാര്യം ചെയ്യും. മുനിമാരല്ലേ, എത്രയും വേഗം വരാൻ പറയും. കൊള്ളാം കൊള്ളാം. ഇത് പറയാനാണോ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ട് വന്നത്? അതിന് പറ്റിയ സന്ദർഭമാണോ ഇതെന്ന് എനിക്കറിയില്ല. എന്തായാലും പറഞ്ഞോളൂ. അതെ, പറഞ്ഞു. ചില നിർദ്ദേശങ്ങൾ തന്നുവിട്ടിട്ടുണ്ട്. പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ ചില ഉത്തരവുകൾ അങ്ങേ അറിയിക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വേഗം തന്നെ പറഞ്ഞോളൂ, സമയമില്ലല്ലോ. അങ്ങ് ഏതോ ഒരു യാത്ര നടത്തി വനത്തിൽ വന്നപ്പോ നായാട്ട് സമ്പർക്ക യാത്ര നടത്തി നാട്ടിൽ വന്നപ്പോ അതെ, കണ്ണാശ്രമത്തിന്റെ അടുത്തുള്ള ഒരു വേദി ഉണ്ടായിരുന്നല്ലോ. കണ്ണാശ്രമത്തിൽ വെച്ച് അന്ന് അവിടുത്തെ ഒരു കുമാരിയെ അങ്ങ് ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്തതായി അറിയുന്നു. അതിൽ നമ്മുടെ മഹാമുനിയായ കണ്ണൻ സംപ്രീതനായിരിക്കുന്നു. ആ മുനികുമാരിയെ അങ്ങനെ കൈപിടിച്ച് തരാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ രണ്ടാം ഭാഗത്തെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ അവിടെ വന്നതായിട്ടും ആരെയും അങ്ങനെ ചെയ്തതായിട്ടും ഓർമ്മയില്ല. എനിക്ക് ഒന്നും ഓർമ്മയില്ലല്ലോ. മഹാരാജൻ അങ്ങനെ പറയുന്നത് അങ്ങ് അവിടെ വന്നതാണ്. ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ചു. ആ കുട്ടിയെ ഞങ്ങളിവിടെ ഏൽപ്പിക്കാനാണ്. കുട്ടി ഉള്ള സുന്ദരിയായിരിക്കുന്നു. പക്ഷെ താഴോട്ടുള്ള ഭാഗം എനിക്ക് മനസ്സിലാവും. ഇതെന്താണ്? ഓ ഓ ആര്യപുത്ര. റോഡിൽ കൂടെ പോകുന്നവനെ വിളിക്കാൻ പറ്റിയ വാക്കാണോ ആര്യപുത്ര? സൂക്ഷിച്ച് സംസാരിക്കും കുട്ടി. ഓ ഞങ്ങളുടെ കണ്ണാശ്രമത്തിൽ നായാട്ട് സമ്പർക്ക പരിപാടി പങ്കെടുക്കാൻ വന്നപ്പോൾ ആരും അറിയാതെ അങ്ങ് എന്റെ ചെവിയിൽ രഹസ്യം പറഞ്ഞത്. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്റെ അച്ഛനും അമ്മയും അറിയാതെ അങ്ങ് ഗാന്ധർവ പ്രകാരം എന്നെ വേടി കഴിച്ചത് ഓർക്കുന്നില്ലേ? ഓർക്കുന്നില്ല. പക്ഷെ ആ സാഹചര്യത്തിൽ അങ്ങനെ പലത് നടന്നിട്ടുണ്ടാകും. സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണ്. പക്ഷെ ഞാനൊന്നും ഓർക്കുന്നില്ല. അതുകൊണ്ട് സ്വീകരിക്കണം. ഇവളുടെ
ഞങ്ങളുടെ കുഞ്ഞിന്റെ പിതൃത്വം അങ്ങേറ്റെടുക്കണം. എല്ലാത്തിനും ഇപ്പൊ ഞാൻ ഉത്തരവാദിയായ ഒരു കാര്യം ഞാൻ പറയാം. ആർക്കും ഇവിടെ വന്ന് ഇതൊക്കെ അവകാശപ്പെടാം, ഇതൊക്കെ സംസാരിക്കാം. തെളിവ് വല്ല ഉണ്ടോ? തെളിവ് എന്റെ കയ്യിൽ അണിയിച്ച മോതിരമില്ല. എവിടെ? അയ്യോ, മോതിരം കാണാനില്ല. മതി മതി മതി. മുനിമാരെ, നിങ്ങൾ മുനിമാരായതുകൊണ്ടും ഇവർ സ്ത്രീകളായതുകൊണ്ടും തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. ഇല്ലാത്ത മോതിരത്തിന് എന്റെ അന്തഃപുരത്തിലും കൊട്ടാരത്തിലും അല്ല തപ്പേണ്ടത്. ഇല്ലാത്ത തെളിവുകളുമായിട്ട് നിങ്ങൾ ഇനിയും ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തരുത്. തെളിവാണ്. ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ ഒരു സ്ഥാനവും മാനവും ഓർത്ത് തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് വനസമ്പർക്ക പരിപാടിക്ക് പോകാൻ സമയമായി. മഹാരാജാവ് ജനസമ്മതനാണ്, ജനപ്രിയനാണ്. അദ്ദേഹത്തിന്റെ വനസമ്പർക്ക പരിപാടി അനശ്വതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സത്യസന്ധനാണ്. അപ്പോൾ ഞാൻ ഇനി പറ്റോട്ടെ. അവിടെയുള്ള വനസമ്പർക്ക പരിപാടിക്ക് അനേകർ എന്നെ കാണാൻ കാത്തില്ല. ഞാനൊന്ന് പറ്റോട്ടെ. ഇതിൽ ചതിയുടെ കാര്യമൊന്നുമില്ല. നിങ്ങളിത് സമാധാനമായിട്ട് വല്ലതും വാങ്ങി കഴിച്ചിട്ട് തിരിച്ചു പോയിക്കോളൂ. അങ്ങേക്ക് എന്നെ ഓർമ്മയില്ലേ? അങ്ങ് ഒരു രാജാവല്ലേ? പൂഞ്ഞാർ കൊട്ടാരത്തിലെ രാജാവ്. അങ്ങല്ലേ അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നത്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ അവകാശങ്ങളും ചെയ്തു തന്നത്. എന്നിട്ട് അങ്ങ് എന്നെ മറന്നുപോയോ? ഒന്നും നാം മറന്നിട്ടില്ല. ഒന്നും നാം മറന്നിട്ടില്ല. നമുക്ക് വേണ്ടത് തെളിവുകളാണ് വേണ്ടത്. ഇതിനപ്പുറം ഇനി എന്ത് തെളിവ്? ശരിയാണ്. പക്ഷേ ഈ തെളിവ് പോലും രാജ്യം നിഷേധിച്ചിരിക്കുകയല്ലേ. ഒരു കുഞ്ഞിന്റെ പിതൃത്വം ഒരു സ്ത്രീ പറയുന്നതിലല്ല കാര്യം, അത് പുരുഷൻ ഏറ്റെടുക്കുന്നതിലാണ് കാര്യം. കാരണം ഈ അടുത്ത കാലത്ത് എനിക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ തെളിവുകളുമായിട്ട് വരൂ. ഞാൻ എവിടെയും തെളിവുകൾ തുറന്നു പറയും. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, സത്യം പറയുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ തെളിവുകളുമായിട്ട് വരൂ. നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. തൽക്കാലം ഞാൻ രാജ്യത്ത് കൂടെ പോകട്ടെ. വനസമ്പർക്ക പരിപാടിയിൽ 10,000 ആൾക്കാർ അദ്ദേഹം കാണുന്നു. ഇതിൽ യുവതികളെല്ലാം കൂടി അവരുടെ ബന്ധുക്കളെയും കൂട്ടി ഈ കൊട്ടാരത്തിലേക്ക് വന്നാൽ എങ്ങനെ ശരിയാവും? പാടില്ല പാടില്ല, നിങ്ങളെല്ലാം പോകൂ. പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾ പോകൂ പോകൂ. മനസ്സിലായില്ലേ? നിങ്ങൾ ആരാ? കണ്ണോ മഹർഷി. അച്ഛാ, അദ്ദേഹം നിഷ്കരണം ഉപേക്ഷിച്ചു. അയാൾക്ക് അറിയില്ലെന്ന് ദുഷ്ടൻ. മഹാരാജാവിന് നിങ്ങൾക്കറിയില്ല. അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി 10,000 കാണുന്നത്. 10,000. അതിൽ യുവതികളുണ്ട്, യുവാക്കളുണ്ട്. ആ യുവതികളെല്ലാം കൂടി അവരുടെ ഗർഭത്തിന് ഉത്തരവാദി പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഈ കൊട്ടാരം തന്നെ പറയാമല്ലോ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, സാധ്യമല്ല. നിങ്ങൾ പോകണം, നിങ്ങൾ പോകണം. ഞാൻ എന്റെ പാട്ടു അയാൾ പറഞ്ഞ വഴി തന്നെ നമ്മൾ സ്വീകരിക്കുന്നു. എന്ത്? രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശകുന്തളയുടെ കുഞ്ഞിന്റെ പിതൃത്വം ദുഷ്യന്ത മഹാരാജാവ് ഏറ്റെടുക്കണം. രണ്ട്, രാജാവെന്ന പദവി ദുഷ്യന്തന് എത്രയും പെട്ടെന്ന് വച്ചൊഴിയണം. ഈ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതുവരെ നമ്മൾ കൊട്ടാരം വളയാൻ പോകുന്നു. മഹർഷി, നമ്മൾ ഇത്രയും പേര് കൂടി എന്തെങ്കിലും സാധ്യമാകുന്നു. കൊട്ടാരത്തിന് ചുറ്റും നമ്മൾ ഉപരോധ സമരം നടത്തുന്നു. ഇങ്ങനെയൊന്ന് പറയൂ മഹർഷി. നമ്മൾ ഗ്രാമങ്ങളും ദേശങ്ങളും കയറിറങ്ങി നമ്മുടെ ആളുകളെ എല്ലാം സംഘടിച്ച്
അനിശ്ചിതകാല ഉപരോധ സമരം ആരംഭിക്കാൻ പോകുന്നു. ഒരു കാര്യം ചെയ്തു. ശാന്തനരൻ തെക്കോട്ട് പോയി ആളുകളെ കൂട്ടും. ശാന്തനരൻ വടക്കോട്ട് പോയി ആളുകളെ കൂട്ടും. ഗൗതമി ശകുന്തനെ കൂട്ടി ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോകും. ഞാൻ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും യാത്രയാകാം. കാര്യങ്ങൾ സുഖമല്ലല്ലോ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ. വൻപിച്ച ജനക്കൂട്ടം വരുന്നു. അതെ, ആകെ ഇളകിയിരിക്കുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ ശരി, പ്രശ്നം? പ്രശ്നം സമാധാനമായിട്ട് പറയൂ. എന്താണ് പ്രശ്നം? അതെ, വിദൂഷകൻ വരുന്നുണ്ടല്ലോ. പറയൂ. വിദൂഷക, കണ്ടില്ലേ അവിടെ? എന്താ സംഭവം? ആരും കേട്ടില്ലേ? നിങ്ങൾ എന്താണ് തെളിച്ച് പറയൂ. ഒന്നും മനസ്സിലാക്കില്ല. ആരും കേട്ടില്ലേ? കേൾക്കുന്നുണ്ട്. പ്രളയം ഇവിടത്തേക്ക് വരുന്നു. എന്തിന്? മലവെള്ളപ്പാച്ചിൽ പോലെ ആ, ജനപ്രളയം ഇങ്ങോട്ടേക്ക് വരുന്നു. എന്തിനെന്ന് പറയൂ. സന്യാസിമാരും ഗ്രാമത്തിലെ ജനങ്ങളും ചേർന്ന് നമ്മുടെ കൊട്ടാരം കളയാൻ വരുന്നു. ഓ, ചാരന്മാർ എനിക്ക് വിവരം തന്നതപ്പോൾ ശരിയാണ്. ഞാൻ അറിഞ്ഞു. നമ്മുടെ കൊട്ടാരത്തിന് ചുറ്റും ആൾപ്രളയം, പക്ഷെ വേറെ കാര്യമുണ്ട്. ഉപരോധ സമരം. ആ, ഇതൊരു ചരിത്ര സംഭവമായി. ചരിത്ര സംഭവമാക്കാൻ തന്നെയാണ് എന്റെയും പുറപ്പാട്. ഞാൻ എല്ലാം മുൻകൂട്ടി കണ്ടു കഴിഞ്ഞു. അതിർത്തിയിലുണ്ടായിരുന്ന നമ്മുടെ സൈന്യത്തിനെ മുഴുവൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അവർ ഏത് സമയം അവിടെ എത്തും. ഈ കൊട്ടാരം മുഴുവൻ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കും. നമ്മുടെ ഇവിടുത്തെ സൈന്യത്തെ ഈ പട്ടണത്തിന്റെ അതിർത്തിയിലേക്ക് ഞാൻ പറഞ്ഞയച്ചു കഴിഞ്ഞു. വരുന്നവരെ പട്ടണത്തിന്റെ അതിർത്തിയിൽ വെച്ച് തന്നെ ഞാൻ തടയും. ഒരുത്തനെയും അകത്ത് കയറ്റുകയില്ല. സഞ്ചരിക്കാൻ ഒരു സാഹചര്യവും ഒരുക്കുകയില്ല. കുതിരകളെ എല്ലാം ലായത്തിൽ കൂട്ടിയിടാൻ ഞാൻ ഉത്തരവിട്ട് കഴിഞ്ഞു. ഒരു കുതിര വണ്ടി പോലും ഇവിടെ ഓടുകയില്ല. കാളവണ്ടിയോ ആനവണ്ടിയോ ഓടുകയില്ല. സത്രങ്ങൾ, പെരുവഴി അമ്പലങ്ങൾ, എന്തിന് ആൾക്കാർ താമസിക്കുന്ന വീടുകളിൽ പോലും ആരെയും താമസിക്കാൻ അനുവദിക്കുകയില്ല. ഊട്ടുപുരകൾ മുതൽ പൊതു കക്കൂസുകൾ വരെ മുഴുവനും പൂട്ടി ഇന്ന് രാത്രി താക്കോൽ എനിക്ക് കിട്ടിയിരിക്കുന്നു. എന്തിന്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നിങ്ങൾ പറഞ്ഞതുപോലെ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ സൈന്യത്തെ ഇറക്കാതെ എനിക്ക് കഴിയില്ല. സൈന്യത്തെ ഇറക്കുന്നത് സാധ്യമല്ല. എന്തുകൊണ്ട്? വെറും മഹർഷിമാർ അവർ സമാധാനപരമായിട്ട് ഇവിടെ വന്നൊരു ഉപരോധം നടത്തി സമാധാനപരമായി പിരിഞ്ഞു പോകും. അതിർത്തി പ്രത്യേകിച്ച് നമ്മുടെ വടക്ക് കിഴക്ക് മേഖലകളിൽ അതിർത്തി രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി നമ്മൾ നേരിടുന്ന അവസരത്തിൽ എനിക്കറിയാം. ഈ സൈന്യം ഇവിടെ കൊണ്ടുവരും. വടക്ക് നിന്നും ആക്രമണമുണ്ട്, കിഴക്ക് നിന്നും ആക്രമണമുണ്ട്. പക്ഷേ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ പാവപ്പെട്ട സന്യാസികളെന്ന്. ശരിയാണ്, ഇന്നവർ സന്യാസിമാരാണ്. പക്ഷേ പൂർവാശ്രമത്തിൽ അവർ കാട്ടാളന്മാരായിരുന്നു. അവരേത് നിമിഷവും കടിച്ചു കീറും, മാന്തി പറിക്കും. ഞാൻ തയ്യാറായേ പറ്റൂ. എന്റെ പ്രജകളെ രക്ഷിക്കണം. പട്ടാളക്കാർ വരുന്നത് കാണുന്നില്ലേ? നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? എത്രയും വേഗം ഞാൻ ഈ തന്ന എല്ലാ ഉത്തരവുകളും പോയി കൊട്ടി അറിയിക്കും. ഇല്ലെങ്കിൽ ആ ചെണ്ട കൊടുക്കും. ഞാൻ ഒരു പ്രകോപനവും സൃഷ്ടിക്കുന്നില്ല. എനിക്ക് കളയാൻ സമയമില്ല. ഈ ചെണ്ട ഇന്നലെ വരെ താങ്കളോടൊപ്പം ഞാൻ പറയുന്നു. ഇന്ന് മുതൽ ഞാനിത് മതി, സാരമില്ല. ഇനി എന്താ വക്താവ് താങ്കൾ ഇദ്ദേഹത്തെ ഞാൻ എന്റെ ഔദ്യോഗിക വക്താവായി നിയോഗിക്കുന്ന ഉണ്ണിപ്പിള്ള നാട് മുഴുവൻ പോകണം. ആ കൊട്ടാൻ അറിയില്ലെങ്കിലും ഈ ചെണ്ട കൊട്ടി പൊളിക്കണം. അങ്ങനെ എന്നിട്ട് ഈ ഉത്തരവുകൾ എല്ലാവരെയും അറിയിക്കണം. എല്ലാവരും നടുങ്ങട്ടെ. അതിർത്തിയിൽ വെച്ച് നമുക്ക് തടയണം. വിട്ടോളൂ. അതെ, നമ്മുടെ നാട്ടിൽ ഒരു കഷ്ടവുമില്ല. അതാ നോക്കൂ, ആ സൈന്യത്തിന്റെ വരവ് കണ്ടോ?
വിളിച്ച് സല്യൂട്ട് ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ. സാരമില്ല, എനിക്കിപ്പോൾ സന്തോഷമായി. ഇനി ആരെയും നേരിടാം. കണ്ടോ, നമ്മുടെ സേന, അതിർത്തി കാക്കുന്ന സേന. ഇന്നു മുതൽ ഈ കൊട്ടാരത്തിന് 4 കവാടങ്ങളുണ്ട്. തെക്കേ കവാടത്തിൽ നിങ്ങൾ നിൽക്കണം. നിങ്ങൾ നിങ്ങളുടെ സേനയെ തെക്കേ കവാടം കാക്കണം. പടിഞ്ഞാറേ കവാടം നിങ്ങൾ നിങ്ങളുടെ സേനയെ കാക്കണം. ഈ കവാടം തൽക്കാലം ആരും കാക്കണം. ഇതെനിക്ക് തുറന്നു തന്നെ കിടക്കണം. ഇത് പാളയ കവാടം. പിന്നെ നമ്മുടെ ആൾക്കാര് എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാവാം. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെങ്കിലും മുന്നിൽ തന്നെ പൊസിഷൻ. അവിടെ പോകും. ഓക്കെ. താങ്കളുടെ ബുദ്ധിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. അതെ, എന്റെ ബുദ്ധിക്ക് ഇപ്പോൾ നല്ല തെളിച്ചം, നല്ല സുഖം. സുഖമല്ല, അധികാരത്തിന്റെ ഭ്രാന്താണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ ചാഞ്ചാട്ടം എനിക്കറിയാം. നിങ്ങളൊരു ആട്ടിൻ തോലിട്ട ചെന്നായ. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് സന്യാസിമാരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിന് പേടിക്കണം? പോയി അവരുടെ കൂടെ പൊയ്ക്കോളൂ. രണ്ടിലായാലും ഇത് ഞാൻ നേരിടും. അല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. അതാ ഓർത്തോളൂ, താങ്കൾ ഇതിന് വലിയ വില നൽകേണ്ടി വരും. തൽക്കാലം പോകും. എന്തായി സംഭവിച്ചത്? അവർ 10,000 നിങ്ങൾ അവരുടെ വായിൽ ചെന്ന് നമ്മുടെ കൽപ്പനകളെല്ലാം അവിടെ ചെന്ന് ഉണർന്നിച്ചതിനു ശേഷം മടങ്ങി വരികയായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ക്ഷീണിച്ചവസരമായി മടങ്ങി വരുമ്പോൾ ഞാൻ പതുക്കെ നടന്നു. അവരും കുറച്ചു പേർ പതുക്കെ നടന്നു. പേടിച്ച് ഞാൻ വേഗം നടന്നു. അവരും വേഗം നടന്നു. എല്ലാവരും കൂടി എന്റെ പുറത്തു തരയിട്ടു. നന്നായി പെരുമാറാകുന്നേ, നന്നായി പെരുമാറി. നന്നായി എനിക്ക് പറയാനുള്ളൂ. വളരെ നേരത്തെ വേണ്ടതായിരുന്നു. സാരമില്ല, ഒരു കാര്യം ചെയ്യും. നമ്മളെ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എല്ലാം നമ്മുടെ അധീനതയിലാണ്. ആര് വേണേ വന്നോട്ടെ. എന്താ
ഖജൂർ കച്ചേരിക്കും ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ അവധി പ്രഖ്യാപിച്ചു. അവധി പ്രഖ്യാപിച്ചോ? ഇങ്ങനെ എവിടെയെങ്കിലും കിടന്ന് സമരം ചെയ്യുകയോ എന്തുകൊണ്ട് നഷ്ടമായി പോയത്. ഇവിടെ കിടക്കുകയോ അവിടെ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ആയിരിക്കും. എന്താ എന്താ കാര്യം? മഹർഷേ, കൊട്ടാരത്തിനും കൊട്ടാരവാതിലും എല്ലാം അവധി കൊടുത്തിരിക്കുന്നു. ആദ്യം കച്ചേരിക്ക് എല്ലാം അവധി കൊടുത്തിരിക്കുന്നു. നാം എന്ത് ചെയ്യും? അപ്പോ നമ്മൾ വിജയിച്ചു. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് അംഗീകരിച്ചു. നിങ്ങൾ കാര്യം ചെയ്യും, വിശ്രമിക്കൂ. വിജയം നമ്മുടെ ഭാഗത്ത്. നമ്മുടെ ആവശ്യങ്ങൾ: ഒന്ന്, കുഞ്ഞിന്റെ പിതൃത്വം അംഗീകരിക്കുക. രണ്ട്, രാജാവ് എത്രയും പെട്ടെന്ന് അധികാരം മേടിക്കണം. നാളത്തെ പ്രഭാതം പൊട്ടിവിടുന്നത് നമുക്ക് വേണ്ടിയായിരിക്കും. നിങ്ങൾ സുപ്രീം കണ്ട് ഉറങ്ങും. അവസ്ഥ എന്താ? നാളെ പ്രഭാതം കൊണ്ടുവിടുന്നാൽ ദുഷന്ത മഹാരാജാവ് അവിടെ ശകുന്തളയെ സ്വീകരിച്ചങ്ങ് എത്തുന്നു. അപ്പൊ പിന്നെ നമ്മളാരാ? ഞാൻ സഹോദരി, സഹോദരിയായി മാറുന്നു. ആര്? ശകുന്തള. ശകുന്തള സഹോദരിയാണല്ലോ. നീ രാജാവിന്റെ അപ്പൊ ഞാൻ ഗ്രാമത്തിന്റെ മുത്തച്ഛനാവും. സമരം അവസാനിച്ചു. എല്ലാവരും അച്ചടക്കത്തോടെ വീടുകളിൽ പോകും. അതെന്താ മഹർഷി പറയുന്നത്? അവസാനിപ്പിച്ചു. അങ്ങനെ ഉപ്പുമാവ് പഴമുണ്ട്, അത് കഴിക്കുക. എന്നിട്ട് അച്ചടക്കത്തോടെ വീടുകളിൽ പോകും. മനസ്സിലായി എന്താ മഹർഷി? നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു. എന്താ പ്രശ്നം? ഈ സമുദ്രയുടെ കുഞ്ഞിന്റെ ഇതൊക്കെ ഏറ്റെടുത്തോ? എല്ലാം ഏറ്റെടുത്തു. ഏറ്റെടുത്തു. എന്താ എന്താ മഹർഷി? എന്താ കുഞ്ഞിനെ പിതൃത്വം ചെയ്യാം. മനസ്സിൽ പോയി.
രണ്ടിലൊന്നേ അറിഞ്ഞിട്ട് പോകൂന്ന് പറഞ്ഞവർക്ക് ഒന്നിനും രണ്ടിനും ഒന്നും പോവാൻ സ്ഥലമില്ലാതായി പോയി. പിന്നെ എന്ത് ചെയ്യാം? നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാൽ എനിക്കെതിരെ ഈ പരിപാടികളൊക്കെ ആയിട്ട് സംഘടിപ്പിക്കുക ഒന്നുമില്ലല്ലോ. അവിടെ എല്ലാം അവസാനിപ്പിക്കണം. എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. പച്ചരക്കത്തോടെ ഉപ്പും പഴവും വെച്ചിട്ട് അവരവർ വീടുകളിൽ പോയി അതെ, പോയി വിശ്രമിക്കും. വിശദീകരണമൊക്കെ ഞാൻ ഗ്രാമങ്ങളിലൊക്കെ ഓരോ സ്ഥലത്തും ഓരോ കമ്മിറ്റി കൂടി വിശദീകരണം തരാം. കാര്യങ്ങളെല്ലാം സ്വന്തമായി പര്യവസാനിച്ചു. കാരണം മഹർഷിയും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഗർഭമുണ്ടല്ലോ, അതിന്റെ ഉത്തരവാദി ആരാണെന്ന് അറിയണ്ടേ? അതിന് നിന്നുകൊണ്ട് അന്വേഷിക്കുന്ന ഒരു വലിയ ജഡ്ജിയാണ്. അയാൾ എങ്ങനെ അന്വേഷിക്കണം, എപ്പോഴന്വേഷിക്കണം എന്നുള്ള ടേംസ് ഓഫ് റെഫറൻസ് നമുക്ക് സംസാരിക്കാനായിട്ട് അന്തപ്പുറത്തേക്ക് പോകും. അതെ, നിങ്ങളെല്ലാവരും പോകും. അദ്ദേഹം പറഞ്ഞ കേട്ടില്ലേ, ഇഷ്ടംപോലെ ഉപ്പുമാവും പഴമുണ്ട്, എല്ലാവർക്കും തിന്നാൻ കഴിയില്ല. ആ ഞാനീ വരുമ്പോ ഇടവഴികളിലെ നല്ല രാജവേദികളിലെ പോലും ഉണ്ടല്ലോ മൂത്രപ്പുഴ, മൂക്കുപത്തിയിട്ട് നടക്കണ്ട. ആ ഉപ്പുമാവും ബാക്കി അധികം വരുന്നതെല്ലാം കുഴിക്കാത്തിട്ട് മൂടണം. ചതിയൊന്നുമില്ല. ഉപ്പുമാവ് തിന്നിട്ട് പോവുക, ഒരു ചതിയില്ല. എന്താ ഒരു കാര്യവുമില്ല. ഉപ്പുമാവും പഴമുണ്ട്, തിന്നിട്ട് പോവുക. ഉപ്പുമാവ് തിന്നാനും സല്യൂട്ട് വേണം. വരും, ഞങ്ങൾ അത്യാവശ്യം ചെയ്യട്ടെ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. നിൽക്കൂ, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. നിങ്ങളോടല്ല, എന്റെ കൂട്ടരോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. കളിയിൽ ആര് ജയിച്ചു? ഞാൻ ജയിച്ചു. ഞങ്ങൾ ജയിച്ചു. അതാണ് ശരി. ഇവിടെ രാജാവും മുനിയും ജയിച്ചിരിക്കുന്നു. ഈ നാടകത്തിലെ നായകനും വില്ലനും ഒന്നിച്ചു ജയിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് വരെ അങ്ങനെ ഒരു നാടകം കണ്ടിട്ടുണ്ടോ? വളരെ, നിങ്ങൾ പറയൂ. ഇവിടെ നായകനും വില്ലനും ഒന്നിച്ചു ജയിച്ചിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും തോൽക്കണ്ടേ? ഇവിടെ ആരാ തോറ്റത്? അതെ, ഇവിടെ തോറ്റത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണം? പത്തനംതിട്ടയിലെ ഒരു ആശ്രമത്തിൽ ചികിത്സയ്ക്ക് വേണ്ട ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ അവിടെ പോയി തിരുമിക്കോളൂ. വീണ്ടും ഇതുപോലെ തോൽക്കാനൊരു സമരം വരുമ്പോ നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.